Good afternoon, students. അപ്പം നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്ത ആത്മീക ബച്ച എന്ന് പറഞ്ഞ കഹാനി ബാക്കി നോക്കാം. ആരെ എഴുതിയതാണ്? आत्मिका बच्चा किसने लिखा है? आत्मिका बच्चा कहानी यशपाल जी ने लिखा है. ठीक है, तो यशपाल जी के बारे में तो हमने पिछले क्लास में पढ़ा ही है. तो आगे हम उस कहानी कहाँ तक पहुँचे हैं देखेंगे. किसकी कहानी है ये आत्मिकी बच्चे? आत्मिकी बच्चा कहानी किसकी है? एक छोटी सी लड़की की कहानी है. उसके नाम है डॉली. ठीक है, डॉली की माता पिता और एक उसके घर में एक सर्वेंट रहते हैं. उसके नाम है बिंदी और उसकी पापा का नाम है भागा. ठीक है, तो आगे हम देखेंगे क्या हुआ है. और हमारी डॉली की पापा तो एक कंपनी के मैनेजर हैं. वो हम बहुत स्ट्रिक्ट हैं. वो अपनी बेटी को बहुत अच्छी तरह पढ़ा के विदेश में उसकी पढ़ाई करवा के और अच्छी ज़िंदगी देना चाहता है. ठीक है, आगे हम देखेंगे क्या होता है. 5वें वर्ष में है डॉली. कितने हैं सालों की है? 5 वर्ष हैं. उसके बाद कोई संतान नहीं हुई. एक ही संतान के प्रति अपना कर्तव्य पूरा कर सकने से സാബ് और മാമ को पर्याप्त സന്തോഷ് है. അതിനുശേഷം കുട്ടികളുണ്ടായില്ല, ഒരു കുട്ടി മതി എന്ന് അവർ തീരുമാനിച്ചു. അതന്നെ ഭയങ്കര ഹാപ്പിയാണ്. भंगा साहब की नज़रों में संतान के प्रति उत्तरदायित्व का आदर्श ऊंचा है. ഭംഗ സാബിൻ്റെ കാഴ്ചപ്പാടിൽ ആ ഒരു കുട്ടിയാണെങ്കിൽ ആ കുട്ടിക്ക് നല്ല എഡ്യൂക്കേഷൻ, നല്ല ലൈഫ് സ്റ്റൈൽ ഉണ്ടാക്കി കൊടുക്കണമെന്ന് ഒരു എന്താ പറയുക, അങ്ങനെ ഒരു മനോഭാവമുള്ള ഒരാളാണ് ഈ ഭംഗ സാബ്. കുറേ ഉണ്ടായിട്ട് കാര്യമില്ല, ഒന്നിനെ നല്ല രീതിയിൽ നോക്കി പഠിപ്പിച്ച് ലൈഫ് സെറ്റിലാക്കി കൊടുക്കണം എന്നുള്ള ആഗ്രഹം ഉള്ള ആളാണ് നമ്മളുടെ ഭംഗ സാബ്. അടുത്ത നോക്കാം. वे डोली की बेटी या बेटा सब कुछ समझकर संतोषी किए हैं. यूनिवर्सिटी की शिक्षा तो वह पाएगी ही. उसके बाद शिक्षा क्रम पूरा करने के लिए उसका विलायत जाना भी आवश्यक और निश्चय है. അപ്പോൾ ഓൾറെഡി പ്ലാൻ ചെയ്ത് വെക്കുകയാണ്. അവൾ എന്തായാലും നമ്മളുടെ ഒരേ ഒറ്റ മോളാണ്. അപ്പം ഏത് യൂണിവേഴ്സിറ്റി പോയിട്ട് പഠിക്കാനാണെങ്കിലും അവളെ പറഞ്ഞേക്കും. അവൾ വിദേശത്ത് തന്നെ, വിലായത്ത് എന്ന് വെച്ചാൽ വിദേശത്ത് തന്നെ പോയിട്ട് പഠിക്കണം. അത് അവർ തീരുമാനിച്ചു വെച്ചതാണ്. ഇനി അവൾ പഠിച്ചില്ലെങ്കിലും ഇവർ പറഞ്ഞേക്കും. ഓക്കെ, ആ ഒരു ലൈഫ് സ്റ്റൈലിലാണ് അവളെ കൊണ്ടുവരുന്നത്, എന്താ പറയുക, മുന്നോട്ട് നയിക്കുന്നത്. संतान के प्रति शिक्षा के उत्तरदायित्व का यह आदर्श कितनी संतानों के प्रति पूरा किया जा सकता है. साहब कहते हैं, यूं कीड़े मकोड़ों की तरह पैदा करके क्या फ़ायदा. मामा मिसेज भंगा भी हामी भरती है. क्यों और क्या. അപ്പം ഇവിടെ അവർ തമ്മിൽ സംസാരിക്കുന്ന സമയത്ത് ആ ഒരു കോൺവെർസേഷൻ വരികയാണ്. കുറേ കുട്ടികളൊക്കെ ഉണ്ടാക്കിയിട്ട് എന്താ കാര്യം അല്ലേ, ഒന്നിനെ തന്നെ നല്ല രീതിയിൽ നമുക്ക് പഠിപ്പിച്ചാൽ അത്രയും നല്ലതല്ലേ. അപ്പം മിസ്സിസ് ബംഗയും പറയാണ്, അത് കറക്റ്റാണ്, നിങ്ങൾ പറയുന്നതെല്ലാം ശരിയാണെന്ന് പറയാണ്. അപ്പോൾ രണ്ടാൾക്കും അവരെ തീരുമാനിച്ചതാണ് ഒരു കുട്ടി മതിയെന്ന്. ഓക്കെ, ഡോലി 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 മാമ 3 ദഫേ പുക്കാർ ചുക്കി ഹെ. ഡോലി അച്ഛൻ വരേണ്ട ടൈമായി, 5 മണി ആവാനായി. അപ്പം ഡോളീന് നല്ല ഡ്രസ്സൊക്കെ ഉടുപ്പിച്ച് റിബണൊക്കെ കെട്ടിക്കൊടുത്ത് ഷൂ ഒക്കെ പോളിഷ് ചെയ്ത് കൊണ്ട് നിർത്തണം. അപ്പം ഡോളീനെ വിളിക്കുകയാണ് ആ ടൈം ആയപ്പോൾ. ഡോലി 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 മാമ 3 ദഫേ എന്ന് വെച്ചാൽ 3 പ്രാവശ്യം പുക്കാർ ചുക്കി തി. ചൗക്കി ദഫേ ഉനോനെ ആയ കോ പുക്കാര. 4ാമത്തെ പ്രാവശ്യം ഡോളിനെ വിളിച്ചില്ല, ആയനെയാണ് വിളിച്ചത്. എന്താ വെച്ചാൽ ആയക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റും ഡോളി എവിടെയുള്ളത്. കോയി ഉത്തർ ന പാ വേ കിസിയാ കർ സ്വയം ഭര ദേ സേ നിക്കൽ ഗയി. അപ്പം ആരും ഒച്ച കേട്ടില്ല. അപ്പം ഇങ്ങനെ വരാന്തയിൽ കൂടെ നോക്കുകയാണ്, എവിടെ പോയി പിറുപിറുത്തുണ്ട്. അബി ഉനെ സ്വയം ബി കപ്പടെ ബദലനെ തേ.
എന്താ ഭാര്യയ്ക്കും നല്ല നീറ്റിൽ ഭർത്താവ് വരുമ്പോഴൊക്കെ നിൽക്കണം. ഓക്കെ, അപ്പോൾ സ്വയം ബദൽന ഹെ ഓർ ഉസ്കി ബേട്ടി കോ ബി കപ്പട ബദൽ കർ ദേന ഹെ. അപ്പോൾ നല്ല വൃത്തിയിൽ രണ്ടാളും നല്ല വൃത്തിയിൽ നീറ്റ് ആൻഡ് ടൈഡി ആയിട്ട് നിൽക്കണം. അതിൻ്റെ ഒരു തിരക്കിലാണ് ഇപ്പം. ഓക്കെ, അതിന് ഡോലീനെ വിളിക്കുകയാണ് റെഡി ആവാൻ വേണ്ടിയിട്ട്. देखा बंगला के पीछे पिछवाड़े से जहाँ धोबी और माली के क्वार्टर्स हैं वहाँ डॉली को पकड़े लिए आ रही हैं. ഇന്ന് നോക്കിയപ്പം താഴോട്ട് ബാൽക്കണിയിൽ നിന്ന് താഴോട്ട് നോക്കിയപ്പം കാണുന്നത് ആ സൈഡിൽ, അവരുടെ ബാക്ക് സൈഡിൽ, പിച്ചുവാടയെന്ന് വെച്ചാൽ ബാക്ക് സൈഡിൽ ധോബി അലക്കുകാരനും പൂന്തോട്ടക്കാരനൊക്കെ നിൽക്കുന്നൊരു ക്വാർട്ടേഴ്സ് ഉണ്ടായിരുന്നു. അവിടെ പോയിട്ട് ആയ ഡോളീനെ പിടിച്ചുകൊണ്ടിരുന്നതാണ് അമ്മ കാണുന്നത്. മമ്മനെ ദേക്ക और धक से रह गई. ഭഗവാനെ, ഇവൾ എവിടെ പോയതാ? वे समझ गई डॉली अवश्य माली के घर गई होगी. 2-3 दिन पहले मालिन के बच्चा हुआ था. അപ്പം ഉറപ്പായിട്ട് അവർക്ക് അമ്മക്ക് മനസ്സിലായി ഇതെന്തായാലും ആ മാലീൻ്റെ ആ പൂന്തോട്ടക്കാരൻ്റെ വീട്ടിൽ പോയതായിരിക്കും. എന്നുവെച്ചാൽ പൂന്തോട്ടക്കാരൻ്റെ വീട്ടിൽ 2 ദിവസം മുന്നേ ഒരു കുട്ടി ജനിച്ചിരുന്നു. അപ്പോൾ അത് കാണാൻ പോയതായിരിക്കുമെന്ന് ആർക്ക് അമ്മക്ക് മനസ്സിലാകാണ്. അപ്പോൾ ആര് കൂട്ടിയിട്ട് വരികയാണ്? നമ്മളുടെ ആയ ബിന്ദി ഡോളീനെയും കൂട്ടിയിട്ട് വരികയാണ്. देखा बंगले के पिछवाड़े से जहाँ धोबी और माली के क्वार्टर हैं वहाँ डोली को पकड़ते लिए आ रही है. मामा ने देखा और धक से रह गई. वे समझ गई डोली अवश्य माली के घर गई होगी. 2-3 दिन पहले मालिन के बच्चे हुआ था. നമ്മൾ റിപ്പീറ്റ് ചെയ്തതാണ്. उसे गोद में लेने के लिए डॉली കിത്തനി ഹി ബാർ ജിദ് കർ ചുക്കി തീ. ആ കുട്ടീനെ മടിയിൽ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്, ഏത് മാലീൻ്റെ കുട്ടീനെ കളിപ്പിക്കാൻ ഭയങ്കര ഇഷ്ടം. ചെറിയ കുട്ടികളെ ഇഷ്ടമായിരിക്കൂലേ. അപ്പം മടിയിൽ വെച്ച് കൊടുക്കാൻ വേണ്ടി കുറേ വാശി, ജിദ് എന്ന് വെച്ചാൽ വാശി പിടിച്ചിട്ടുണ്ട്. डॉली के माली की कोठरी में जाने से मामा भयभीत थी. അവിടെ പോകുന്നത് തന്നെ, ആ മാലീൻ്റെ വീട്ടിൽ പോകുന്നത് തന്നെ ആർക്ക് അമ്മക്ക് ഭയങ്കര പേടിയാണ്. धोबी के लड़के को पिछले ही सप्ताह കസറ നിക്കല था. ധോബീൻ്റെ എന്താ കുറേ മക്കളുണ്ട്, 4 മക്കളുണ്ട്. അപ്പം അതിൽ ഒരു കുട്ടിക്ക് കഴിഞ്ഞ ആഴ്ച എന്തോ ഒരു എന്താ വയറിളക്കം പിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അത് അറിയാം ആർക്ക്? നമ്മളുടെ ഡോറിയുടെ അമ്മക്ക്. അപ്പം പേടിയാണ് അങ്ങോട്ട് വിടാൻ തന്നെ കുട്ടീനെ അങ്ങോട്ടേക്ക്. അപ്പം എന്തെങ്കിലും കഴിച്ചാലോ? അപ്പം അതൊക്കെ ടെൻഷനാണ് ആർക്ക്? ഡോലിൻ്റെ അമ്മക്ക്. ഓക്കെ, लड़की उधर जाती तो उन बेहदे बच्चों के साथ शहतूत के पेड़ के नीचे धूल में से उठाकर शहतूत खाती. അപ്പോൾ ഒരു ഫ്രൂട്ടാണ് ഷഹത്തൂത്ത്. അപ്പം അവിടെ പോയിട്ടുണ്ടെങ്കിൽ അവിടെ കുറേ കുട്ടികളുണ്ട്. അപ്പോൾ ഇവളെയും കൂട്ടിയിട്ട് ഡോളിനെയും കൂട്ടിയിട്ട് കളിക്കാൻ പോകും. എന്നിട്ട് ഒരു മരത്തിൻ്റെ കീഴിലുള്ള ഒരു ഫ്രൂട്ട് അവർ തിന്നുന്ന കാണുമ്പോൾ ഇവളും എന്താ ആ മണ്ണിൽ പെരങ്ങിയ ഫ്രൂട്ട് ഇവളും കഴിക്കും. ഉഠാക്കർ ഷഹതൂത്ത് ഖാത്തി. ഉന്നെ ഭയ താ ഉൻ ബച്ചോं के साथ डोली की आदतें बिगड़ जाने का. അമ്മക്ക് പേടിയായിരുന്നു അല്ലേ, ഇവരെ കളിക്കുന്ന കൂട്ടിൽ കൂടിക്കഴിഞ്ഞാൽ അപ്പം ഇവളും ചീത്തയായി പോവോ, അല്ല ഇവളും മോശമായി പോവോ എന്നുള്ളൊരു പേടി ഉണ്ടായിരുന്നു ആർക്ക്? നമ്മൾ ഡോലിയുടെ അമ്മക്ക്. ഓക്കെ, ബിഗഡ്നാന്ന് വെച്ചാൽ ചീത്തയായി പോവുക. आया इन सब अपराधों का उत्तरदायित्व अपने ऊपर अनुभव कर भयभीत थी. ആയക്ക് പേടി. എന്താ വെച്ചാൽ ആയനെ ഇവളെ നോക്കാൻ വേണ്ടിയിട്ടാക്കിയതാണ് ആയ. അപ്പം ആയൻ്റെ കണ്ണ് വെട്ടിച്ചിട്ട് പോയതാണ് ആരാ? ഈ കുട്ടീനെ, മാലീൻ്റെ കുട്ടീനെ കാണാൻ വേണ്ടിയിട്ട് പോയതാണ്. അപ്പോൾ ആയക്ക് എന്താ ഭയങ്കര പേടി തോന്നുകയാണ്. ഇനിയിപ്പം മേം സാബ് എന്താണ് പറയാന്ന്. मेम साहब के समूह उसकी बेटी की उच्छलता से अपनी बेबसी दिखलाने के लिए वह डोली से एक कदम आगे उसकी बाहें थामे यूँ लिए आ रही थी जैसे स्वच्छंदता से पत्ती चरने के लिए आतुर बकरी को झबरन कान पकड़ घर की ओर लाया जाता है. അപ്പം ഭയങ്കര എന്താ പറയുക, നമ്മൾ നമ്മളുടെ എന്താ പൂന്തോട്ടത്തിൽ ഏതെങ്കിലും നമ്മളുടെ
ആട് നമ്മൾ പൂക്കളെ അല്ലെങ്കിൽ ചെടികളെ നശിപ്പിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ആ ആടിനെ ഇങ്ങനെ പിടിച്ച് വലിച്ച് കൊണ്ടുപോകില്ലേ അല്ലേ? അതേപോലെ തന്നെ നമ്മളുടെ ഡോളിക്ക് അവിടെ നിന്ന് വരാൻ തീരെ ഇഷ്ടമില്ല. അപ്പോൾ അവളെ ഇങ്ങനെ പിടിച്ച് വലിച്ച് കൊണ്ടുവരികയാണ് ആര്? നമ്മളെ ആയ. ആയൻ്റെ പേരെന്താ? ബിന്ദി. കാൻ പക്കടുക്കർ ഘർ, അത് പിന്നെ ആടിൻ്റെ കാര്യമാണ് പറഞ്ഞത്. അതേപോലെ ഇവളെ ഇങ്ങനെ വലിച്ച് കൊണ്ടുവരികയാണ്. എന്താ വെച്ചാൽ അവൾക്ക് ഇങ്ങോട്ട് വരാൻ തോന്നുന്നേയില്ല, അവരുടെ കൂടെ കളിക്കാനാണ് ആർക്കിഷ്ടം? ഡോളിക്ക് ഇഷ്ടം. मामा के कुछ कह सकने से पहले ही आया ने ऊंचे स्वर में സഫായി ദേന ഷുരു കിയ. അമ്മ എന്തെങ്കിലും പറയുന്നതിന് മുമ്പ് തന്നെ, എന്താ വെച്ചാൽ അമ്മ കുറ്റം പറയും ഉറപ്പാണ്. അപ്പം അത് പറയുന്നതിന് മുമ്പേ തന്നെ അവളുടെ ക്ലാരിഫിക്കേഷൻ കൊടുക്കുകയാണ്. ഹം ജറാ സാൻഡിൽ पर पॉलिश करे थे ताई भीतर यान गायन हमसे बोली कि हम गुसलखाने ജായെങ്കെ. ഞാനൊന്ന് സാൻഡിൽ, അവളുടെ ചെരുപ്പ് പോളിഷ് ചെയ്യുന്ന സമയത്ത് അവൾ പറഞ്ഞതാണ് ഞാനൊന്ന് ബാത്റൂമിൽ പോയിട്ട് വരട്ടെ. അവിടെ നിന്ന് ബാക്ക് സൈഡിലേക്ക് കൂടി പോയതാണ്. ഞാൻ എന്താ ചെയ്യണ്ടേ? അങ്ങനെ ക്ലാരിഫിക്കേഷൻ കൊടുക്കുകയാണ്. ഓക്കെ, ചോദിക്കുന്നതിന് മുമ്പ് തന്നെ പറയാണ് ഞാൻ കണ്ടുകൊണ്ടല്ല പോയത്, ഞാൻ വേറെ ഒരു പണി ചെയ്യുന്ന സമയത്ത് ഇവൾ ബാക്കിലേക്ക് കൂടി കടന്നു കളഞ്ഞതാണെന്ന് ക്ലാരിഫിക്കേഷൻ കൊടുക്കുകയാണ്. ഓക്കെ, ചോദിക്കുന്നതിന് മുമ്പ് തന്നെ. इतने में हम बाहर निकल कर देखे तो माली के घर पहुंची है. ഞാൻ ജസ്റ്റ് ഇവിടെ പോയി നോക്കുമ്പോൾ തന്നെ അവൾ എവിടെ എത്തിയിട്ടുണ്ടായിരുന്നു? മാലീൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു. ഹംകോ തോ കുച്ച് ഗിൻതി ഹി നെഹി ഹം സംജായേ തോ ഉൾട്ടെ ഹംകോ മാർത്തി ഹെ. എന്നെ ഒന്നും അവൾ വക വെക്കാറില്ല. പോണ്ടാന്ന് പറഞ്ഞാൽ തന്നെ അവൾ എന്താ, ഞാൻ പറഞ്ഞാൽ തിരിച്ച് പറയുള്ളൂ. ഹം സംജായിത്തോ ഉൾട്ടെ ഹംകോ മാർത്തി ഹെ. ഞാൻ പറഞ്ഞു കൊടുത്താൽ തന്നെ പിന്നെ എന്നെയാണ് തിരിച്ച് അടിക്കാറ്. ചെറിയ കുട്ടികളായാലും അങ്ങനെയല്ലേ, പോണ്ടാന്ന് പറഞ്ഞാൽ ഇല്ല എന്താ പോയാൽ എന്ന് പറഞ്ഞിട്ട് ഒറ്റ അടിച്ചിട്ട് ഒറ്റ ഓട്ടായിരിക്കും. ഓക്കെ, ഹംകോ തോ കുച്ച് ഗിൻതി, ഞാൻ പറഞ്ഞ പോലെ കേൾക്കാറേ ഇല്ല. ഹം സംജായിത്തോ ഉൾട്ടെ ഹംകോ മാർത്തി ഹെ. ഞാനത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ ശ്രമിച്ചാൽ എന്നെ തന്നെ തിരിച്ച് അടിക്കാറ്. इस पेशबंदी के बावजूद भी आया को ठाट पड़ी. ഇത്രയൊക്കെ പറഞ്ഞിട്ടും ഡോലീൻ്റെ അമ്മേൻ്റെ അടുക്കുന്ന നല്ല ചീത്ത കിട്ടി. എന്താ വെച്ചാൽ അവളെ നോക്കാനായിട്ടാണ് അവിടെ ആയനെ നിർത്തിച്ചിട്ടുള്ളത്. അപ്പോൾ അവൾ അങ്ങോട്ടൊന്നും പോകാൻ പാടില്ല എന്ന് ആദ്യമേ പറഞ്ഞ് ഏൽപ്പിച്ചതാണ്. ഓക്കെ, ദിസ് ഈസ് വെരി സില്ലി. മാനെ ഢോലി കോ അംഗ്രേസി മേ ഫട്കാര. അല്ലേ, എത്ര പറഞ്ഞിട്ടും സമ്മതിക്കുന്നില്ല. അമ്മ പറയാണ് ദിസ് ഈസ് വെരി സില്ലി. ഇത്രയൊന്നും ഇതെന്താ പറയുക, അംഗ്രേസി മേ ഫട്കാര എന്ന് വെച്ചാൽ ഇംഗ്ലീഷിൽ ചീത്ത പറഞ്ഞു, ഫട്കാര അല്ലേ, സില്ലി ഗേൾ എന്നെല്ലാം പറയൂലേ, ഹൗ സില്ലി. अंग्रेजी के सभी शब्दों का अर्थ ना समझकर भी डॉली अपना अपराध और उसके प्रति मम्मा का ഉദ്ധിക്തത സമജ് ഗയി. അപ്പം ഇംഗ്ലീഷൊന്നും കറക്റ്റായിട്ട് എല്ലാത്തിൻ്റെ മീനിങ് ഒന്നും അറിയൂല ആർക്ക്? നമ്മളെ വേലക്കാരത്തിക്ക്. പക്ഷേ എങ്കിൽ എന്തായാലും ചീത്ത പറഞ്ഞതാണെന്ന് മനസ്സിലായി. ഓക്കെ, അമ്മ ചീത്ത പറഞ്ഞതാണെന്ന് മനസ്സിലായി. തുരന്ത് സാബുൻ സേ ഹാത്ത് മുഹ് ദുലാക്കർ ഡോലെ കെ കപ്പടെ ബദലേ ഗയെ. പെട്ടെന്ന് തന്നെ എന്താ ആയ സോപ്പ് കൊണ്ട് കൈയും മുഖമൊക്കെ കഴുകി കൊടുത്തു. എന്നുവെച്ചാൽ അവിടെ പോയി എന്തെങ്കിലും കഴിച്ചിട്ടോ അല്ലെങ്കിൽ അവരെ തൊട്ടിട്ടോ ഉണ്ടോ എന്ന് വെച്ചിട്ട് ഫുള്ള് ക്ലീനാക്കി കൊടുക്കുകയാണ്. ഡോലിക്ക് കപ്പടെ ബദൽ ഗയെ, നല്ലൊരു ഉടുപ്പിട്ട് കൊടുത്തു. 4:20 ഹോ ചുക്കിയത്. അപ്പം തന്നെ 4:20 ആയിരുന്നു. ഇസ്ലിയെ ആയ ജൽദി ജൽദി ഡോലി കോ മോജെ ഓർ സാൻഡൽ പെഹന രഹി തി. നല്ല ഡ്രസ്സും പിന്നെ ചെരുപ്പും ഇട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു. എന്താ വെച്ചാൽ ഇപ്പം എത്തും. ഓക്കെ, ഇനി ഒരു 20 മിനിറ്റും കൂടിയേ ഉള്ളൂ. और मम्मा स्वयं उसके सिर में कंघी कर उसकी लट्टों के पंचों को ഫീത്തെ സെ ബാന്ത് രഹി തി. നല്ല മുടി ഉണ്ടായിരുന്നു. അപ്പോൾ 2 ഭാഗത്തും കങ്കീന്ന് വെച്ച് ചീർപ്പ് കൊണ്ട് 2 ഭാഗത്തും മുടി കെട്ടിക്കൊടുക്കുകയാണ്. ഓക്കെ, സ്നേഹ് സെ ബേട്ടി की पलकों को सहलाते हुए उन्होंने अचानक गर्दन पर कुछ दिखाई दिया जो वज्रपात हो गया. അപ്പം
മുടി കെട്ടിക്കൊടുക്കുന്ന സമയത്ത് കഴുത്തിൽ, ഗർദൻ എന്ന് വെച്ചാൽ കഴുത്തിൽ എന്തോ പാട് കണ്ടു, എന്തോ വാർന്നത് പോലെ. ഓക്കെ, അവർ കൈയൊന്നും അവിടെ പോയപ്പം കുട്ടികളുടെ കൂടെ കളിച്ചപ്പം അവരുടെ നഖം തട്ടിപ്പോയതാന്ന് തോന്നുന്നു. ഓക്കെ, അപ്പോൾ വജ്രപാത് ഹോ ഗയാ താ, ഇങ്ങനെ ഇങ്ങനെ വാർന്നത് പോലെ കാണുകയാണ്. निश्चय ही जू माली और धोबिन के बच्चों की संगत का परिणाम है. ഈ വാർന്നത് എന്തായാലും ആ കുട്ടികളുടെ കൂടെ കൂടിയിട്ട് പറ്റിയതാണ്. ഓക്കെ, കൈകൊണ്ട് ഇപ്പം നമ്മൾ ഷോൾഡറിൽ കൈയിട്ട് നടക്കൂലേ, അപ്പം അങ്ങനെ ആറ്റം ആ കുട്ടികളുടെ കൈകൊണ്ട് ഡോളിയുടെ കഴുത്തിൽ ചെറിയൊരു വാർന്നിട്ടുണ്ട്, മുറിവ്. ഓക്കെ, ആയ पर एक और डांट पड़ी, ആയക്ക് വീണ്ടും ചീത്ത കിട്ടി. ഡാണ്ട് എന്ന് വെച്ചാൽ ചീത്ത പറയാം. और नोटिस दे दी गई कि यदि फिर डॉली आवारा गंदे बच्चों के साथ खेलती पाई गई तो वह बर्खास्त कर दी जाएगी. എന്നിട്ട് നോട്ടീസും കൊടുത്തു. നോട്ടീസ് കൊടുക്കാന്ന് വെച്ചാൽ ജസ്റ്റ് പറഞ്ഞു, ഇനി അവരുടെ കൂടെ കളിക്കുന്ന കണ്ടിട്ടോ അല്ലെ അവരെ എടുക്ക പോയിട്ടോ ഉണ്ടെങ്കിൽ നിൻ്റെ ജോലി അതുവരെയുള്ളൂ, നീ ജോലിയിൽ നിന്ന് നിന്നെ പിരിച്ചുവിടും. ഓക്കെ, അതാണ് പറഞ്ഞത്. അപ്പോൾ ഇതിൻ്റെ ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഇത്ര വരെ മനസ്സിലായിട്ടുണ്ടാവില്ലേ? ഓക്കെ, താങ്ക് യു.